जी उमगाने वाली चाह बढ़ाने वाली दिल के पेचीले तालों की सच्ची ताली എന്താ അത് ജി ഉമഗാനെ ജി എന്ന് പറഞ്ഞാൽ മനസ്സ് ഹൃദയം ജി അപ്പൊ മറ്റുള്ളവരെ മനസ്സ് നമ്മൾ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മധുരമായ രീതിയിൽ സംസാരിക്കുന്നത് ദിൽ കെ പേച്ചിയിലെ താലോം കി സച്ചി താലി അപ്പൊ നമ്മൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അല്ലേ നമ്മളെല്ലാവരും നമ്മളോട് സ്നേഹം തോന്നും ഫൈലാനെ വാലി സുഗന്ധ സബ് ഓർ അനുട്ടി ഒരു പൂ വിരിഞ്ഞാൽ അതിന് ചുറ്റും സുഗന്ധം പരക്കുന്നുണ്ട് അല്ലേ ആ ഒരു പൂവ് കൊണ്ട് തന്നെ ചുറ്റും എന്തുണ്ടാവും നല്ല മണം ഉണ്ടാവും അപ്പൊ റോസാപ്പൂ വിരിഞ്ഞാല് നല്ല സ്മെല്ലായിരിക്കും മീട്ടി ബോലീസെ വികസ് പൂലോ കിടാലി അങ്ങനെയാണ് നിങ്ങളുടെ മധുരമായ സംസാരം ഉണ്ടായാലും അങ്ങനെയാണ് നിങ്ങൾക്കും നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് തോന്നുക കേട്ടല്ലോ ഓക്കെ അല്ലേ ഇനി അതിലെ വർക്കുകൾ മിസ് പറഞ്ഞുതരാം ഇപ്പൊ ക്ലാസ്സിന് എഴുതാൻ പാടില്ല ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ കിട്ടുമ്പോഴൊക്കെ എഴുതി വെക്കുക ഓക്കെ വേർഡ് മീനിങ് എഴുതി വെക്കണം വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദ മുഹാവര നിങ്ങൾക്ക് വേറെ കോപ്പി റൈറ്റിംഗ് ഒന്നും തന്നിട്ടില്ലല്ലോ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ ഹിന്ദി കോപ്പി റൈറ്റിംഗ് ഉണ്ടോ നോ നോ മിസ് നോട്ട്ബുക്ക് ഉണ്ട് നോട്ട്ബുക്ക് ഉണ്ട് നോട്ട്ബുക്കിലേക്ക് മിസ് പറയുന്ന വർക്കുകളൊക്കെ എഴുതി വെക്കണം മിസ്സിന് അയച്ചു തരണം അല്ല മിസ് കോപ്പിക്ക് തന്നെ നോട്ട്ബുക്ക് ഉണ്ട് 4 ലൈൻസാ 2 ലൈൻസ് ഏതാ തന്നെ 2 ലൈൻസ് അതില് എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ പറയുമ്പോ ടെക്സ്റ്റ് ബുക്കിലെ കാര്യം ഞാൻ പറയാം ഏതാ എഴുതേണ്ടതെന്ന് നിങ്ങള് ഒരു ലൈനിലെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ ഹിന്ദിക്ക് അതില് വേർഡ് മീനിങ് ആ ടെക്സ്റ്റ് ബുക്കിൽ ലെസൺ കഴിഞ്ഞ ഉടനെ കാണുന്ന വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദ മുഹാവര അത്രയും എഴുതി വെക്കണം ആ ബോക്സിലുള്ളവയൊക്കെ ശബ്ദാർത്ഥ വേർഡ് മീനിങ് കണ്ടോ ബസ് കൺട്രോൾ അതില് വേർഡ് മീനിങ് എഴുതുമ്പോ ഹിന്ദി വേർഡ് എഴുതുക അതിന്റെ ഇംഗ്ലീഷ് എഴുതിയാൽ മതി ഹിന്ദി തന്നെ എഴുതണമെന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ ഹിന്ദി കുറെ എണ്ണം കൊടുത്തിട്ടില്ലേ അത് മക്കൾ ടെക്സ്റ്റ് നോക്കിയിട്ടൊന്ന് വായിച്ച് പഠിച്ചാൽ മതി എല്ലാം കൂടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓവർലോഡ് ആവും അപ്പൊ നിങ്ങള് ഹിന്ദിയുടെ വേർഡ് എഴുതുക ഇംഗ്ലീഷ് മീനിങ് എഴുതുക ബസ് കൺട്രോൾ മീട്ടി സീറ്റ് അങ്ങനെ നോട്ട്ബുക്കിൽ എഴുതുക ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുമ്പോൾ ആ മീനിങ് കൂടി പഠിക്കണം ഹിന്ദിയുടെ സമാനാർത്ഥ തുല്യമായ വേർഡ് മീനിങ് അതുകൂടി പഠിക്കും ഓക്കെ പറഞ്ഞത് മനസ്സിലായോ നോട്ട് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണേ മറന്നു പോകരുത് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണേ ഇന്ന് നാളെ വരെ നാളെ വൈകുന്നേരം വരെ സമയം തരും അതിനപ്പുറം തരില്ല നാളെ വൈകുന്നേരം ഒരു 5 മണിക്ക് മുന്നേ എനിക്ക് ഞാൻ പറഞ്ഞ വർക്കുകൾ എഴുതി അയച്ചു തരണം മിസ് നോട്ട്ബുക്ക് വാങ്ങില്ല ഇന്ന് കിട്ടാൻ വകുപ്പുണ്ടോ ഇന്ന് കടകൾ ഇന്ന് കടകൾ തുറക്കുന്ന ദിവസമാണ് ഇന്നൊന്ന് എത്രയും വേഗം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ വാങ്ങിയിട്ട് നമുക്ക് ഇന്ന് തന്നെ വർക്കുകൾ എഴുതിയാൽ ഇല്ലെങ്കിൽ പിന്നെ കുറെ അടുത്ത ക്ലാസ്സിൽ വേറെയും കൂടി നോട്ടാകുമ്പോൾ പ്രശ്നങ്ങൾ വരും അപ്പൊ വേർഡ് മീനിങ് എഴുതുക സമാനാർത്ഥി ശബ്ദം അതിന്റെ കൂടെ എഴുതുക അതിന്റെ താഴെ മുഹാവരെ അങ്കും കാ താര പറഞ്ഞാൽ ബഹുത്ത് പ്യാര മുഹാവര എന്ന പഴഞ്ചൊല്ല് അങ്കും കാ താര പറഞ്ഞാല് കണ്ണിലുണ്ടി എന്ന് പറഞ്ഞാല് അത്രയും സ്നേഹമുണ്ട് എന്നർത്ഥം പത്തർക്കോ പികിലാക്കർ മോം കർണ പറഞ്ഞാല് കഠിനമായ മനസ്സിനെ മൃദുലമാക്കുന്ന പതിവാണ് ഭക്തർക്കോ പികിലാക്കർ മോം കർണ മെഴുകുതിരിയെ പോലെ അതായത് ഉരുകിത്തീരുക വേർഡ് മീനിങ് വായിച്ചു തരണം ഓരോന്നും ബസ് കൺട്രോൾ വേർഡ് മീനിങ് എഴുതണ്ടല്ലോ വേർഡ് മീനിങ് നോട്ടിലേക്ക് എഴുതണം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടേ വേർഡ് മീനിങ് അതല്ല ഞാൻ ചോദിച്ചേ വേർഡ് മീനിങ്ങിന്റെ ഇവിടെ നമ്മള് അവിടെ ഫസ്റ്റത്തെ ഹിന്ദി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹിന്ദി ഉണ്ട് അത് ഹിന്ദി എഴുതണ്ട വേർഡ് മീനിങ് നോട്ടിലേക്ക് എഴുതുമ്പോ ടെക്സ്റ്റ് നോക്കി ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ മതി ഇംഗ്ലീഷ് മാത്രം എഴുതി പഠിക്കുക ബസ് കൺട്രോൾ അങ്ങനെ എഴുതുക മീട്ടി സ്വീറ്റ് ബോലി ലാംഗ്വേജ് രഗഡോൻ ജഗഡോൻ ഫൈറ്റ്സ് കടുവാപ്പൻ ബിഹേവിയർ ഏതും ഒന്ന് എഴുതിയാൽ മതി കോയി ഡിഫറൻസ് ഏതും ഒന്ന് എഴുതിയാൽ മതി ഒരു വേർഡ്
നാത്ത റിലേഷൻ അങ്ങനെ നിപട് ഇമ്മീഡിയറ്റ്ലി കണ്ടോ അങ്ങനെ എഴുതണം കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് കണ്ടോ നിങ്ങള് നെക്സ്റ്റ് പേജിൽ കവിതാ ബോധ് ശ്രുതലേഖ് ഡിക്റ്റേഷൻ ഡിക്റ്റേഷൻ കണ്ടോ പ്രാണി ജഗഡോ ജഗഡോ പത്തർ കടുവാപ്പൻ കാണ്ഡോ മുഖടോ പേച്ചിയിലെ സുഗന്ധം കണ്ടോ അതില് ഒരു 4 വാക്കുകൾ ആ 2 ലൈൻ കോപ്പിയിൽ എഴുതുക ആദ്യത്തെ 4 എഴുതിക്കോ കേട്ടോ പ്രാണി രഗഡോ ജഗഡോ പത്തർ 4 എഴുതാൻ പറ്റുമോ നോക്കൂ ഒരു ലൈനിൽ ഇല്ലെങ്കിൽ 3 എഴുതിയാൽ മതി ഓക്കെ പറ്റുന്നത് ടെൻഷൻ അടിക്കണ്ട 3 എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം 3 എഴുതുക 4 എഴുതാൻ ആവുമെങ്കിൽ 4 എഴുതുക ഓക്കെ ഇത് ഡിക്റ്റേഷന് പഠിക്കേണ്ട വാക്കുകളാണ് പ്രാണി രഗഡോ ജഗഡോ പത്തർ കടുവാപ്പൻ കാണ്ഡോ മുഖടോ പേച്ചിയിലെ സുഗന്ധം ഓക്കെ അപ്പൊ ഇതില് 3-4 വാക്കുകൾ നമ്മള് കോപ്പി റൈറ്റിംഗ് എഴുതുന്നു ബാക്കിയുള്ളവ നമ്മൾ സമയം കിട്ടുമ്പോൾ എഴുതി പഠിക്കുന്നു ഡിക്റ്റേഷൻ ആണ് ഡിക്റ്റേഷന് വേണ്ടി എഴുതി പഠിക്കുന്നു ആ വാക്കുകളൊന്നും അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി പഠിച്ചു തരാം ഞാൻ ഡിക്റ്റേഷൻ ഇടും കേട്ടോ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ പഠിക്കുക അടുത്തത് മൗഖിക പ്രശ്നം മീൻസ് ഓറൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം അതിന്റെ ആൻസർ പറഞ്ഞല്ലോ നിങ്ങൾ എഴുതേണ്ടതല്ല പറയാം इस कविता के रचयिता कौन है इस कविता के रचयिता कौन है ഹരിയൗദ് അല്ലേ ജാസേ ഹരിയൗദ് ഇതെല്ലാരും ഒന്നും മിണ്ടാതിരിക്കുന്നേ അയോധ്യ സിംഗ് വായിക്കാൻ കിട്ടുന്നുണ്ടാവില്ല പേരല്ലേ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് അല്ലെങ്കിൽ എന്ത് പറയാം ഹരിയൗദ് ഓക്കെ മറന്നുപോലെ നീട്ടി പോലുള്ള കവിത ആരാണ് എഴുതിയത് ഹരിയൗദ് मीठा बोलने से लोग सबके प्रिय कैसे बन जाते हैं എങ്ങനെയാണ് മധുരമായി സംസാരിക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരായി തീരുന്നത് എന്ന് പറഞ്ഞേ എങ്ങനെയാണ് പറഞ്ഞോ നിങ്ങൾ എന്താ നിങ്ങൾ പഠിച്ചത് മധുരമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരാവുന്നു എല്ലാവരുടെ എന്ന് പറഞ്ഞു എങ്ങനെയാന്നാല് മധുരമായി സംസാരിക്കുന്നോണ്ട് തന്നെ അല്ലേ നമ്മളെ മറ്റുള്ളവരെ വെറുപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അല്ലേ मीठी बोली पत्थर को पिघलाकर क्या बना देती है എന്താണ് ഉണ്ടാവുന്നത് മോം അല്ലേ മോം क्या बना देती है मोम बना देती है कवि ने किसको विकसित फूलों की डाली कहा है ഏതിനെയാണ് പൂക്കൾ നിറഞ്ഞ കൊമ്പാണെന്ന് പറഞ്ഞത് ഏതാണത് മീട്ടി ബോലിയാണ് നമ്മള് പൂക്കൾ നിറഞ്ഞ ഒരു കൊമ്പാണെന്ന് കവി പറയുന്നത് ഇത് നിങ്ങളെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതാണ് ഇത് നിങ്ങൾ എഴുതേണ്ടതല്ല നെക്സ്റ്റ് ആണ് എഴുതേണ്ട നോട്ടിലേക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ലിഖിത പ്രശ്നം കണ്ടോ പ്രശ്നമൊക്കെ ഉത്തരലേഖോ ഇതിന്റെ ആൻസർ ഞാൻ എഴുതി അയച്ചു തരും നിങ്ങൾ എന്ത് ചെയ്യണം മിസ്സിന് അയച്ചു തരണം കേട്ടല്ലോ ചിലപ്പോ ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ടോ മറ്റന്നാൾ വരെ സമയം തരണം നിങ്ങൾക്ക് കേട്ടോ പെട്ടെന്ന് ഇനിയിപ്പോ നോട്ടില്ല പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞത് കൊണ്ട് വെള്ളിയാഴ്ച 5 മണി വരെ സമയം തരാം അതിനിടയിൽ മിസ് അയച്ചുതരും അപ്പൊ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് മിസ്സിനും അയച്ചുതരാം ഓക്കെ അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എന്താ പോലെ ശ്രീദേവി ഇങ്ങനെ ചിന്തിക്കുന്നത് ശ്രീദേവിന്റെ ശ്രദ്ധ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ടോ പോകുന്നുണ്ട് അതെന്ത് പറ്റി മനസ്സിങ്ങനെ ഇടക്കിടക്ക് എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി ഒന്നുമില്ല ഇടക്ക് നിന്റെ ഇത് മനസ്സ് മാറുന്നുണ്ട് അങ്ങനെ മാറില്ല കേട്ടോ ക്ലാസ് കഴിയുന്നവരെ പിടിച്ചു നിർത്ത് ഫസ്റ്റ് मीठी बोली क्या क्या करने में समर्थ होती है मीठी बोली क्या क्या करने में എന്തൊക്കെ ചെയ്യുമ്പോഴാണ്
മീട്ടി ബോലി നല്ല രീതിയിൽ സംസാരിക്കേണ്ടത് വഴക്കടിക്കുമ്പോ അല്ലെ, ജഗഡ കർണ അല്ലെ, നമ്മളെ വഴക്കടിക്കുന്ന സമയത്ത് അല്ലാന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മധുരമായിട്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കേണ്ടത് ആ സമയത്തൊക്കെയാണ്. അപ്പോഴാണ് നമ്മൾ മോശം ഭാഷ സംസാരിക്കുമ്പോഴാണ് അവിടെ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീട്ടി ബോലി പ്യാ ബീജ് ഹേ ബോനെ വാലി. മീട്ടി ബോലി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അതായത് ഒരു വിത്താണ് അല്ലെ, ഒരു വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാകുന്ന സ്നേഹമാണ് ഇത് മീട്ടി ബോലി എന്ന വിത്തിലൂടെ. കവി ने ऐसा क्यों कहा है? കവി എന്താ അങ്ങനെ പറയാനുള്ള കാരണം? എന്താ കാരണം? നമ്മളെ മറ്റുള്ളവർ തമ്മില് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ, നല്ല സംസാരിക്കുമ്പോൾ മാത്രമാണ് അവിടെ എന്തുണ്ടാവുന്നത്, അത് നമുക്കറിയാലേ, സ്നേഹം അല്ലെ, നമുക്ക് സ്നേഹം ലഭിക്കുന്നത്. मीठी बोली की तुलना सुगंध और गिले हुए फूलों की डाली से क्यों गई है? ഈ മീട്ടി ബോലി എന്നതിനെ ഒരു പൂവിന്റെ സുഗന്ധത്തോട് മണത്തോട് താരതമ്യം ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? പൂവുകൾ അതായത് നല്ല മണമുള്ളായിട്ട് റോസാപ്പൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മുള്ളുകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് റോസാപ്പൂ അല്ലെ. പക്ഷെ എന്നാലും അതിനെ എല്ലാവരും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ അതുകൊണ്ടാണ് മീട്ടി ബോലിയെ അതിനോട് താരതമ്യം ചെയ്യുന്നത് അല്ലെ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, നമ്മൾ അത് സഹിക്കണം. मीठी बोली का जीवन में क्या महत्व है? पांच पंक्तियों में लिखे. ചില്ലറൊന്നല്ല, കുറെ എഴുതാനുണ്ട് കേട്ടോ. മീട്ടി ബോലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മഹത്വം, മധുരമായ സംസാരിച്ചാല് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് 4 or 5 വരികളായിട്ട് എഴുതാൻ കേട്ടോ. കുറെ എഴുതാനുണ്ടപ്പോ ഷോണേ, കുറച്ചധികം പഠിക്കാനുണ്ട് കേട്ടോ. इस कविता का नाम मीठी बोली क्यों रखा गया? എന്തിനാ ഈ കവിതയ്ക്ക് മീട്ടി ബോലി എന്നുള്ള പേര് കൊടുത്തത്? നിങ്ങൾക്കിപ്പോ ഓരോരുത്തർക്കും ഓരോ പേരില്ലേ, ഷോൺ അല്ലെ, ഇജാസ്, ആൻമരിയ അല്ലെ, ശ്രീദേവ്, ഫെയ്ത്ത്, ഇങ്ങനെ ഓരോ പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേര് തന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവൂലേ? ഒരു പേരിടുമ്പോ ഒരു ഉദ്ദേശം ഉണ്ടാവൂലേ? നിങ്ങളുടെ സ്വഭാവം നല്ലതുകൊണ്ടൊന്നല്ല ഇങ്ങനത്തെ പേരിട്ടിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണെന്ന് അറിയാം, ഈ കവിതയ്ക്ക് മീട്ടി ബോലി എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? മീട്ടി ബോലി എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? നമ്മളെ ഈ കവിതയിലൂടെ മധുര വ്യവഹാർക്കി പ്രേരണാദേന അല്ലെ, നമ്മളെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുകയാണല്ലേ ഈ പാഠത്തിലൂടെ. അപ്പൊ പിന്നെ അതിന് ആ പേരിലെ ചേരുള്ളൂ അല്ലേ. അപ്പൊ അതിന് പറ്റിയ പേരാണ് എന്ത്? മീട്ടി ബോലി. അതുകൊണ്ടാണ് കവി അതിന് പേര് കൊടുക്കാനുള്ള കാരണം. ഓരോ ക്വസ്റ്റ്യന്റെ മീനിങ് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കണേ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്. ഈ കവിതാസേ ആപ്പിനെ ക്യാ സീഖാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ കവിതയിലൂടെ നിങ്ങൾ എന്ത് പഠിച്ചു? എന്താ പഠിച്ചിട്ടുണ്ടോ ഇന്ന് പോലെ? മധുര വ്യവഹാർ കർണ. എന്താ പഠിച്ചത്? മധുര വ്യവഹാർ കർണ. എന്താ അങ്ങനെ പറഞ്ഞാലേ? മധുരമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ പഠിച്ചു അല്ലേ. ഇന്നു മുതൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? ഉറപ്പാണ്. അത്രയുമാണ് ക്വസ്റ്റ്യൻ വരിക, ക്വസ്റ്റ്യൻ ആൻസർ. നെക്സ്റ്റ്, नीचे दी गई पंक्तियों का आशय स्पष्ट करो. ആശയം എഴുതാനുണ്ട്. ഈ 2 വരി കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആശയം. ബസ് में जिससे हो जाते हैं प्राणी सारे, जन जिससे बन जाते हैं आंगों के तारे. അതേപോലെ निबड़ बना देने वाली है बिगड़ी बातें, होती मीठी बोली की करतूत निराली. ഈ 2 വരിയുടെയും ആശയം എഴുതാനുണ്ട്. ഈ ആശയം എഴുതുമ്പോ ആദ്യം 2 വരി എഴുതുക, എന്നിട്ട് അതിനുശേഷം ആൻസർ എഴുതുമ്പോൾ തുടങ്ങേണ്ടത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫ് ഏത് കവി എഴുതിയ കവിതയിലെ വരികളാണെന്ന് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് 2ാമത്തെ പാരഗ്രാഫിലാണ് ആ 2 വരിയുടെ ആശയം എഴുതുക.
എന്താണ് ആ 2 വരി കൊണ്ട് അർത്ഥമാക്കുന്നത്? മിസ് നോട്ട് തരുമോ?